ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിഗ്നേച്ചർ ഫ്ലേവർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മത്തൻ റെസിപ്പിയാണ് കേട്ടോ. മത്തൻ തോരനാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് എടുത്തത്. ഏതോ ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു 1/2 ടേബിൾ സ്പൂണ് കടുക് ഇടണം. കടുക് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഒരു 1/4 ടേബിൾ സ്പൂണ് ജീരകം, ഇനി ഒരു 2 ടേബിൾ സ്പൂണ് ചതച്ച വെളുത്തുള്ളി ആഡ് ചെയ്യണം. ഒന്ന് 2 സെക്കൻഡ് നേരം ഇത് ഒന്ന് വഴറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് ഇതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് പോകണം. അതിനാണ് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ. ഇനി ഇതിലേക്ക് ഒരു 5 വറ്റൽ മുളക്, ഇവിടെ ഞാൻ ചെറിയ സൈസിലുള്ളതാണ് എടുത്തത്. എരിവിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇടാവുന്നതാണ്. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണോണ്ടാണ് കുറച്ചെടുത്തത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 400 ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത്. മത്തൻ ആഡ് ചെയ്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടേബിൾ സ്പൂണ് ഉപ്പാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി 2 പച്ചമുളക് ആഡ് ചെയ്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് തിളക്കുന്ന ടൈമിൽ ഇതൊന്ന് മൂടി വെക്കണം. നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. സിമ്മിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് മൂടി തുറന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ മത്തനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം വെന്തിടോ നോക്കാൻ നമ്മൾ ചട്ടക്കൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം നമുക്ക്. ഇത് നല്ല ഫൈനായിട്ട് ഉടക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കഷ്ണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന രൂപത്തിൽ ഈ ചട്ടകം വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വരിക. ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിച്ചാൽ അത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ആഡ് ചെയ്യണം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ മത്തൻ തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തത്. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, അപ്പോൾ കൂടുതൽ ടൈം എടുക്കും വെള്ളം വറ്റിക്കാൻ. ഇപ്പം വെള്ളം വറ്റുന്നുണ്ട്. സിമ്മിലിട്ട് വറ്റിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആണെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് 5 മിനിറ്റ് നേരം ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മളിത് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, വെള്ളമൊന്നും ഇല്ല ഇതിൽ. ഇതൊരു 4-5 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചോറിനൊക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ്. മിക്സി ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. ചില ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ അരച്ചൊക്കെ എടുക്കണം. ഇതിൻ്റെ അരപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.